സാധാരണ കുട്ടികളെല്ലാം അവർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു പരീക്ഷ എഴുതി കിട്ടിയ ജോലിയാണ് സാർ. അല്ലാതെ നിങ്ങളുടെ SFIയുടെ നേതാക്കന്മാരെ പോലെ ഒരു കോഴ്സിനും പഠിക്കാതെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് ഏതെങ്കിലും എഡിറ്റിംഗ് അറിയാവുന്ന ഒരുത്തിനെ കൊണ്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് ആ സർട്ടിഫിക്കറ്റുമായി തൊഴിലിന് വേണ്ടി പോകുന്ന ആളുകളല്ല സാർ നമ്മുടെ നാട്ടിലെ യുവജന സമൂഹം. കാശ്മീർ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാകും, അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞു. അതന്ന് ഈ പഴഞ്ചൊല്ലനുണ്ടായത് അന്നത്തെ ഏതോ CPM നേതാവിന്റെ വിദണ്ഡവാദം കേട്ടിട്ടായിരിക്കണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ പഴഞ്ചൊല്ല് ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ടി വരും. അരി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സഖാക്കന്മാർ പറയും അനിയത്തിപ്രാവ് നല്ല സിനിമ, കുഞ്ചാക്കോവൻ നല്ല നടനാന്ന് പറഞ്ഞു കളയും. അമ്മാതിരി വിവരക്കേടുകളല്ലേ ഇപ്പോൾ നമ്മളൊരു ചോദ്യം ഡയറക്റ്റായി ചോദിക്കുമ്പോൾ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും കുറുപ്പേറ്റ ആള് വളരെ ഡീസന്റാ. ഇപ്പോൾ ഞാൻ ആശങ്കപ്പെടുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ആളുടെ ഒരു ചോദ്യക്കടലാസ്, പരീക്ഷ എഴുതുമ്പോൾ ഒരു ചോദ്യക്കടലാസ്, അതിന്റെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം ചെയ്യുന്ന അധ്യാപകന്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യയുടെ തലസ്ഥാനത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ ഇന്ത്യയുടെ തലസ്ഥാനം എന്താണെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചന്ദ്രയാൻ പദ്ധതിയെ പറ്റി പറയുമായിരിക്കും. ആ രീതിയിലുള്ള മറുപടിയല്ല ഇവിടെ പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. ഇവർ പറയുന്ന വാദം എന്താ? കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പൊ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരെ പട്ടിണിക്കിടുകയാണ് എന്നിവർ സമ്മതിച്ചു. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ആ പട്ടിണിക്കിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യന്മാരെ, ആ പട്ടിണി കിടക്കുന്ന സാധാരണ മനുഷ്യന്മാരുടെ വയറ് വെട്ടി കുടലെടുത്ത് പുറത്തിടുന്ന സമീപനമല്ലേ ഇവർ കാണിക്കുന്നത്? കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹം പറയുകയാണ് ഈ ഓണക്കാലം നല്ലതായിരുന്നു. ഓണക്കാലം അദ്ദേഹത്തിന് നല്ലതായിരിക്കും, ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മന്ത്രിമാർക്കും പരിവാരങ്ങൾക്കും നല്ലതായിരിക്കും. പക്ഷെ നമ്മുടെ ഏറ്റവും ചുരുങ്ങിയത് KSRTC ജീവനക്കാർക്ക് നല്ലതല്ല എന്നുള്ളത് കൊണ്ടല്ലേ അവർ തിരുവോണ നാളിൽ ഇലയിൽ മണ്ണുവാരി തിന്നുന്ന ചിത്രം പങ്കുവെക്കേണ്ടി വരുന്നത്? ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നത്. വിവരശൂന്യന്മാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. നമ്മുടെ നാട്ടിലെ നെൽകർഷകരടക്കമുള്ള കർഷക സമൂഹം, ആ കർഷക സമൂഹത്തിൽ നിന്നപ്പെട്ട ആളുകൾ അവിടെ വന്ന് പട്ടിണിക്കഞ്ഞി കുടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയ ഒരു തിരുവോണത്തെ പറ്റിയിട്ടാണോ ഇവർ ഈ ഓണമെല്ലാം ഏറ്റവും മെച്ചമായിരുന്നു എന്ന് പറയുന്നത്? ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി സ്വന്തം ഭാവി സംരക്ഷിക്കാനാണ് CM ശ്രമിക്കുന്നത്. എല്ലാം പോട്ടെന്നേ, 88 ലക്ഷം ആളുകൾ ഓണക്കിറ്റ് കൊടുക്കുമെന്ന് ഇവർ തന്നെയാണ് പറഞ്ഞത്. വെറും വാഗ്ദാനം കിട്ടുകയില്ല, അതുകൂടെ മനസ്സിലായില്ലേ? അതായത് കേരളത്തിൽ ഓണക്കിറ്റ് കിട്ടേണ്ടുന്ന ആവശ്യമുള്ള ആളുകളുടെ എണ്ണം 88 ലക്ഷമാണ് എങ്കിൽ ആ 88 ലക്ഷത്തിൽ 6 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് സാർ ഓണക്കിറ്റ് കൊടുക്കുവാൻ കഴിച്ചത് നിങ്ങളുടെ സർക്കാരിന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ബാക്കി 82 ലക്ഷം ആളുകളുടെയും ഓണം അത്ര ശോഭനമായിരുന്നില്ല. കാരണം അവർക്കൊന്നും മാസപ്പടി കിട്ടുന്ന ഒരു കമ്പനിയും എവിടെയും ബാംഗ്ലൂർ ആസ്ഥാനമായൊന്നും പ്രവർത്തിക്കുന്നില്ല സാർ. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും തോന്നു കൊള്ളും. നമ്മുടെ നാട്ടിലെ സാധാരണ കുട്ടികളെല്ലാം അവർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു പരീക്ഷ എഴുതി കിട്ടിയ ജോലിയാണ് സാർ. അല്ലാതെ നിങ്ങളുടെ SFIയുടെ നേതാക്കന്മാരെ പോലെ ഒരു കോഴ്സിനും പഠിക്കാതെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് ഏതെങ്കിലും എഡിറ്റിംഗ് അറിയാവുന്ന ഒരുത്തിനെ കൊണ്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് ആ സർട്ടിഫിക്കറ്റുമായി തൊഴിലിന് വേണ്ടി പോകുന്ന ആളുകളല്ല സാർ നമ്മുടെ നാട്ടിലെ യുവജന സമൂഹം. എന്തായാലും ഈ ഹെലികോപ്റ്റർ ഉള്ളത് നന്നായി. ഈ ഹെലികോപ്റ്റർ ഉള്ളത് കൊണ്ട് അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IS-ന്റെ കൊടും ഭീകരർ എന്തായാലും ഈ ഹെലികോപ്റ്ററിന്റെ ഇതിന്റെ ഈ ചിറകടി ശബ്ദം കേൾക്കുമ്പോഴത്തേക്കിന് ഓടി ഒളിച്ച് തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുമായിരിക്കും. സങ്കീർണമായ സുരക്ഷാ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്റെ സ്നേഹിതന് ഈ സുരക്ഷാ കാരണം പോലും വെളിപ്പെടുത്തുവാൻ കഴിയാതെ വരുന്നത്. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് അല്ല എങ്കിൽ പരീക്ഷ എഴുതാത്ത പരീക്ഷയുടെ പാസ് മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന സാധാരണ ആളുകളെ പറ്റിയിട്ടല്ല പറയുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണ മലയാളികൾ അവർ ഈ വാദമെല്ലാം കേൾക്കുന്നുണ്ട്, അവർ നിങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരുണ്യ പദ്ധതിക്ക് കൊടുക്കുവാൻ നിങ്ങളുടെ പണമില്ല. നമ്മുടെ നാട്ടിലെ KSRTC ജീവനക്കാർക്ക് കൊടുക്കുവാൻ നിങ്ങൾക്ക് ശമ്പളമില്ല, പെൻഷനില്ല. എൻഡോസൾഫാൻ വിക്ടിംസിന് കൊടുക്കുവാൻ അവർക്ക് കൊടുക്കുന്ന വളരെ തുച്ഛമായ പണമില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. പറഞ്ഞല്ലോ, ദുരന്തങ്ങളെ നേരിടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ എന്ന്. ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടല്ല ഇടതുപക്ഷത്തിന്റെ സ്നേഹിത ഈ ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന ഒരാൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ. പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്, പിന്നെ കാണാം.